ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ലോപ്ഡ് റൂഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വാട്ടർ പ്രൂഫിങ്. സ്ലോപ്ഡ് റൂഫിൻ്റെ അത് നമ്മൾ കോൺക്രീറ്റിലാണ് ഒരു റൂഫ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന് ശേഷം മസ്റ്റായിട്ടും ആ റൂഫ് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം. അതിപ്പോൾ ഓട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓടാണെങ്കിലും അല്ലെങ്കിൽ ഷിംഗിൾസ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നാനോ സെറാമിക് അങ്ങനെ പല ഐറ്റംസ് നമുക്ക് സ്ലോപ്ഡ് റൂഫിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഡാമേജ് ഒരിക്കലും ഉണ്ടായാൽ, കാരണം ഓടാണെങ്കിൽ പൊട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡാമേജ് നമുക്കതിലുണ്ടായാൽ അതിലൂടെ ലീക്ക് നമുക്ക് ഈ സ്ലാബിലേക്ക് വരികയും അവിടെ ഒരു ഡാമേജ് എപ്പോഴും ഉണ്ടാവുകയും പിന്നെ അത് ലീക്കായിട്ട് നമുക്ക് സീലിങ്ങിലേക്ക് കാണിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മസ്റ്റായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്ഡ് റൂഫിൻ്റെ പിച്ചാണ്, അതായത് അതിൻ്റെ ചരിവ്. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകി പോകണമെങ്കിൽ നമുക്കൊരു 30 ഡിഗ്രി എങ്കിലും ചരിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പിച്ച് അനുസരിച്ചിരിക്കും നമുക്ക് വെള്ളം എങ്ങനെയാണ് ഒഴുകി പോകുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കാതുള്ളൊരു കണ്ടീഷനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ സ്ലോപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഈ പറയുന്ന ഡിഗ്രി അനുസരിച്ച് തന്നെ കൊടുക്കണം.